നമ്മളിപ്പോ 5 എലമെന്റില് സാങ്ഫു ഓർഗനില് സാങ് ഓർഗൻസിനെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിനെ ഫുള്ളി എന്താ പറയുക, നമ്മൾ മോഡേൺ മെഡിസിൻ്റെ സിസ്റ്റം പോലെ ഫുള്ളി ഡെപ്തായിട്ട് നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ സമയം എടുത്തിട്ട് കഴിയുന്നതും അനാട്ടമിയും ഫിസിയോളജിയും നന്നായി പഠിക്കാൻ ശ്രമിക്കുക. ഒന്നിച്ചിട്ട് ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും നല്ലത് ഒരാഴ്ച 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസത്തേക്കോ ഏതെങ്കിലും ഒരു ഓർഗണിനെ എടുക്കുക, അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മൾ പതുക്കെ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, ഒറ്റയടിക്ക് നമ്മൾ പോകുന്നതിനേക്കാളും. നമ്മളിന്ന് മെയിനായിട്ട് സ്പ്ലീനിനെയാണ് നോക്കുന്നത്. സ്പ്ലീൻ എന്ന് പറയുന്നത് പൊതുവെ വന്നിട്ട് നമ്മൾ അങ്ങനെ അധികം എന്താ പറയുക, നമ്മുടെ റുട്ടീനായിട്ടുള്ള കാര്യങ്ങളിൽ അധികം കേൾക്കാത്തൊരു പേരാണ് സ്പ്ലീൻ അല്ലെങ്കിൽ പ്ലീഹ എന്ന് പറയുന്നത്. പക്ഷെ TCMനെ സംബന്ധിച്ചിട്ട് ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ സ്പ്ലീൻ ആൻഡ് പ്ലീഹയ്ക്ക്. കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് എങ്ങനെയാണോ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അതേമാതിരി തന്നെ ഡൈജഷൻ സിസ്റ്റത്തിൽ സ്പ്ലീനിന് വളരെയേറെ പ്രാധാന്യമുള്ളതായിട്ടാണ് TCMൽ പറയാറുള്ളത്. കാരണം നമസ്കാരം നമസ്കാരം സാർ, നമസ്കാരം. അപ്പം നമ്മൾ സ്പ്ലീനിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ സ്പ്ലീന് വന്നിട്ട് എങ്ങനെയാണോ നമ്മളുടെ ശരീരത്ത് ബ്രെയിൻ ഫങ്ഷനിങ് ആവുന്നത്, സോ അതേമാതിരി തന്നെ നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തിൽ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഓർഗണാണ് സ്പ്ലീൻ. ഓക്കെ, അതിൻ്റെ നമുക്കറിയാം, നമ്മൾ ഈ TCM സിസ്റ്റം പ്രകാരം സ്പ്ലീൻ എന്ന് പറയുന്നത് എർത്തിൻ്റെ ഇൻ ഓർഗൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ദയവായിട്ട് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് സംശയം ചോദിക്കണം എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാവോ? അങ്ങനെ നമ്മുടെ ശരീരത്തിനകത്ത് വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗണാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹന വ്യവസ്ഥയെ മാത്രം മര്യാദയ്ക്ക് ദഹനം നടന്നാൽ പോരാ, ഇതിനെ അബ്സോർബ് ചെയ്തിട്ട് ഇതിനെ പ്രോപ്പറായി എത്തിക്കേണ്ട ഒരു കടമയുണ്ട്. അപ്പോൾ സ്റ്റൊമക്കിലും അല്ലെങ്കിൽ സ്മാൾ ഇൻറ്റെസ്റ്റൈനിലും ഡൈജഷൻ നടന്ന ശേഷം നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്ന നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻസും ന്യൂട്രീഷൻസും ഇതെല്ലാം തന്നെ തിരിച്ച് ബ്ലഡിലേക്ക് നമ്മൾക്ക് മിക്സ് ചെയ്യണമെങ്കിൽ ഈ സ്പ്ലീനാണ് ആ ഫങ്ഷൻ നടത്തുന്നത്. അതേമാതിരി ദഹന വ്യവസ്ഥയിലും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് ഈ സ്പ്ലീൻ ചെയ്യുന്നത്. പൊതുവെ TCMൽ പറയാറുള്ള ഇതിനൊരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ എന്താണ് ആഹാരം, ഇപ്പം മറ്റേ തമിഴിലൊരു ചൊല്ലുണ്ട്, വെള്ളം ചവച്ച് അരച്ച് കഴിക്കണം എന്നും ആഹാരം ചവച്ചരച്ച് കുടിക്കണം എന്ന് പറയും. എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വെള്ളം കഴിക്കുകയാണെങ്കിൽ പോലും നേരെ കടകടയെന്ന് വായിലേക്ക് ഒഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ പലരും എന്താ പറയുക, കഴുത്ത് പൊന്തിച്ച് ഗ്ലാസ് വായിൽ വെക്കാതെ നേരെ ഒരു ഒഴിക്കലാണ്. കുപ്പിയാണെങ്കിലും ശരി, ഗ്ലാസ് ആണെങ്കിലും ശരി, വെള്ളം അങ്ങനെ കടകടയെന്ന് പറഞ്ഞിട്ട് നേരെ സ്റ്റൊമക്കിലേക്ക് ഒഴിക്കുന്ന ഒരു സിസ്റ്റമാണ് പൊതുവെ നമ്മൾ തുടരാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായ കൺസെപ്റ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പണ്ടൊക്കെ വന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് ആ ഗ്ലാസ് തന്നെയാണ് എല്ലാവരും വീട്ടിലുണ്ടാവുക. ഇന്നൊക്കെ എല്ലാവരും വീട്ടിലും എത്ര ആൾക്കാരുണ്ടോ അതിൻ്റെ ഇരട്ടി ഗ്ലാസ് ഉണ്ടാവും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒട്ടുമിക്ക വീടുകളിലും എത്ര പേരുണ്ടോ അത്ര തന്നെ ഗ്ലാസ് തന്നെ ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്. ഓക്കെ, അന്നൊക്കെ മൊന്തയിലാണ് വെള്ളം വെക്കുക. അത്യാവശ്യം 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ വീട്ടിലുണ്ടാവും. അത് തന്നെയാണ് വെള്ളം കുടിക്കുന്ന വെള്ളത്തിൻ്റെ അടുത്ത് വെക്കുക. അത് തന്നെയാണ് വായി വെച്ചിട്ട് എല്ലാവരും കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ ഹൈജീനിക് ആയപ്പോൾ അത് മാറിയെന്ന് മാത്രം. പക്ഷേ ഹൈജീനിക് ആകുമ്പോൾ നിങ്ങൾ ആ ഗ്ലാസ്സിന് കുടിച്ചിട്ട് ആ ഗ്ലാസ്സിനെ കഴുകി വെക്കുന്ന ഒരു ശീലം കൊണ്ടുവരുന്നതാണ് നല്ലത്. അല്ലാതെ തൊണ്ടയിലും വായിലും ചുണ്ടിലൊന്നും തട്ടാതെ വെള്ളം കുടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരുപക്ഷെ അതൊക്കെ കൂടെ ഒരു റീസൺ കൂടെ ആയിരിക്കാം ഇന്ന് കാലത്ത് സ്പ്ലീൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൂടുതലാവാനുള്ള കാരണം.
നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുകളിലത്തെ ചുണ്ടിന് വളരെ പ്രാധാന്യമുണ്ട്, സ്പ്ലീനിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അത് മുകളിലത്തെ ചുണ്ടും താഴത്തെ ചുണ്ടും വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കുന്ന സമയത്ത് മുകളിലത്തെ ചുണ്ടിൽ വെള്ളം തട്ടണം എന്നാ പറയാം. അത് നിങ്ങൾക്ക് എടുക്കാതിരിക്കുക ചെയ്യാം, നിങ്ങളുടെ മനോധർമ്മത്തിന് വിടുന്നു. പക്ഷെ നമ്മളൊരു ആഹാരം മറ്റേ കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഇപ്പം നമ്മളൊരു വീട്ടിലൊരു കല്യാണം നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അന്നേ ദിവസം ആരും ചുണ്ണാമ്പടിക്കാനൊന്നും നിൽക്കത്തില്ല അല്ലേ. കല്യാണം ഫിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ തിരക്കുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ വൈറ്റ് വാഷിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും മരാമത്ത് പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്ത് വെക്കുന്നത് പോലെ പ്രിപ്പറേഷൻ എന്നുള്ളത് നേരത്തെ തുടങ്ങണം. അപ്പൊ നമ്മളെ പൊതുവെ ഒരു സിസ്റ്റമാണ്, പെട്ടെന്ന് TV കണ്ടുകൊണ്ടിരുന്നു, മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നു, അങ്ങനെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന സിസ്റ്റം ഒട്ടുമിക്ക വീടുകളിലും കാണാറുള്ളത്. ആ സമയത്ത് തന്നെയായിരിക്കും വീട്ടിൽ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും ടെൻഷൻ ആക്കുന്ന വർത്തമാനങ്ങളെല്ലാം വന്നിട്ട് ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ആഹാരം കഴിക്കുന്ന സമയത്ത് മൊബൈലോ TVയോ കണ്ട് കഴിക്കാനേ പാടില്ല. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് നിങ്ങൾ മറ്റേ ഈ പ്രിപ്പറേറ്ററി ഊക്ക് എന്ന് പറയുന്നത് പോലെ ദഹനം എന്ന് പറയുന്നത് തന്നെ ഒരു വളരെയേറെ എന്താ പറയുക, അഗ്നിയിൽ ഹോമിക്കുന്നതിന് തുല്യമായ ഒരു പ്രക്രിയയാണ്. കാരണം നിങ്ങളുടെ ജീവൻ നിലനിൽക്കുന്നത് ഈ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ്. അതിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമുള്ളതൊക്കെ കിട്ടുന്ന വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിയേഷൻ ടെക്നോളജിയാണ് ഈ ആഹാരം കഴിച്ചിട്ടുള്ള ദഹന പ്രക്രിയ എന്ന് പറയുന്നത്. സോ നമ്മുടെ ശരീരത്തിനകത്ത് ഇന്റേണലി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, എക്സ്റ്റേണലി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും നേരെ തിരിച്ചാണ്, ഇന്റേണലി ചെയ്യണതിനെ പോയി നമ്മൾ കൈവയ്ക്കുകയും എക്സ്റ്റേണലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് യാതൊരു പ്രയോറിറ്റിയും കൊടുക്കാറില്ല. ഇങ്ങനെ എക്സ്റ്റേണൽ പ്രയോറിറ്റിയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബ്രീത്തിങ്. ഓക്കെ, അബ്ഡമൻ ബ്രീത്തിങ് ഉണ്ടാവണം. ഒട്ടുമിക്ക ആളുകളും നമ്മളിവിടെ ക്ലയൻറ്റിനെ നോക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകൾക്കും ചെസ്റ്റ് ബ്രീത്തിങ് ഉള്ള ആളുകളാണ്. ചെസ്റ്റിന് താഴോട്ട്, അതായത് ശ്വാസം എങ്ങനെ വലിച്ചു വിടണം എന്നറിയുന്ന ആളുകൾ പോലും ഇപ്പൊ കുറവാണ്. പല ആളുകളും ശ്വാസം വലിക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ അബ്ഡമൻ വലുതാവണം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അബ്ഡമൻ ഏറ്റവും ഉള്ളിലേക്ക് ചുരുങ്ങണം. പല ആളുകളും വന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യും. അതല്ലാതെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാം, പലരും ശ്വാസം വലിക്കുമ്പോൾ വയറ് ചെറുതാകുകയും അതേമാതിരി ശ്വാസം വിടുന്ന സമയത്ത് വയറ് വലുതാകുകയും ചെയ്യുന്നത് വളരെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് ടെക്നോളജിയാണ്. അതേമാതിരി തന്നെയാണ് നമ്മൾ ഈ ദിവസം രാവിലെയും അതേപോലെ തന്നെ എപ്പോഴൊക്കെ സമയം കിട്ടുമോ സ്ലോ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ്. അതേമാതിരി തന്നെയാണ് പിന്നെ ഒരു കാര്യമാണ്, നമുക്ക് ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ സിപ്പായിട്ട് വായിൽ വെച്ച് ചവച്ചരച്ച് സലൈവയും വായിലെല്ലാവിടെയും ടച്ച് ചെയ്തിട്ട് വേണം ഇതിനെ ഇറക്കാൻ. അങ്ങനെ ഒന്നിച്ചിട്ട് കടമടയെന്ന് വന്ന് കുടിക്കുന്നത് തെറ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമാണ് ആഹാരം കഴിക്കുന്നത്. സോ ഇതേപോലെ വളരെയേറെ പ്രയോറിറ്റി ഉള്ള ഒരു സാധനമാണ്. നിങ്ങൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ കഴിക്കുന്ന ആഹാരത്തിൽ വേണം. അതിനാണ് പണ്ട് കാലത്ത് വന്നിട്ട് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എല്ലാ സിസ്റ്റത്തിലും ഏത് മതം എടുത്താലും അതിനകത്തൊക്കെ തന്നെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. എന്താണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും പല മെഡിറ്റേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളും ചില യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ ആഹാരം കഴിക്കുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പെങ്കിലും അവരൊരു, എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഡീനെ പ്രിപ്പയർ ചെയ്യിക്കുകയാണ്. ഐ ആം ഗോയിങ് ടു ടേക്ക് ദ ഫുഡ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സർവൈവൽ ഓഫ് ആരാണോ കഴിക്കുന്നത് അവരുടെ സർവൈവലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആഹാരം എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഭാരതീയ കൾച്ചർ പ്രകാരം പറയുക, വി ആർ ഡൂയിങ് ഹോമ ഡെയിലി. ഹോമം നമ്മൾ ദിവസം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അഗ്നിയിൽ എന്താണോ നിങ്ങൾ ഇടുന്നത് ആ ഒരു പ്രോസസ്സിനെയാണ് ഹോമം എന്ന് പറയുന്നത്. ഇതിനെ നിങ്ങൾ ഡെവോഷണൽ ആയിട്ടോ അല്ലെങ്കിൽ ഹിന്ദു കൾച്ചറായിട്ടോ കാണേണ്ട ആവശ്യമില്ല. അതൊരു കോമൺ ടെർമിനോളജിയാണ് സാൻസ്ക്രിറ്റിൽ. ഹോമം എന്ന് പറഞ്ഞാൽ എന്താണോ അഗ്നി അർപ്പിക്കുന്നത്, അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ എല്ലാ ചെയ്യുന്നുണ്ടോ. എന്താണ് നമ്മുടെ ദഹനം എന്ന് പറയുന്നത് ഒരു അഗ്നി കൊണ്ടാണ്, അതിനകത്തേക്കാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത്. സോ അപ്പോൾ ഒരു ഹോമം ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഡിവോഷണലി നോക്കുകയാണെങ്കിൽ വളരെ പവിത്ര പൂജ ചെയ്യുന്ന സമയത്ത് അഗ്നി
അഗ്നിയിലേക്ക് എന്തെങ്കിലും ദർപ്പണം ചെയ്യുന്ന സമയത്ത് വളരെയേറെ ഭക്തി മാർഗമായിട്ടും വളരെ എന്താ പറയാ വളരെയേറെ സങ്കല്പങ്ങൾ മനസ്സിനകത്ത് നിറച്ചുകൊണ്ടാണ് അഗ്നിയിലേക്ക് ഒരു പൂവോ അല്ലെങ്കിൽ ഒരു ധാന്യമോ അല്ലെങ്കിൽ ഒരു നെയ്യോ എറിയേണ്ട ഒരു പ്രോസസ്സാണ്. അതേ തന്നെയാണ് നമ്മളുടെ ഇവിടെയും. നമ്മൾ കഴിക്കുന്ന ആഹാരം വന്നിട്ട് നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഓരോ സെല്ലുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, ആ സെല്ലുകൾ ഫോം ആയിട്ടുള്ള ടിഷ്യൂസ് വർക്ക് ചെയ്യണമെങ്കിൽ, ആ ടിഷ്യൂകൾ ചേർന്ന് ഓർഗൺ ആയിട്ടുള്ള ആ ഓർഗൻസ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, ആ ഓർഗൻസ് ചേർന്ന് നമ്മുടെ ശരീരമായിട്ടുള്ള ഈ ശരീരം നന്നായിരിക്കണമെങ്കിൽ എല്ലാം തന്നെ എന്തുണ്ടാവണം? ഈ ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബ്രീത്തിങ് മാത്രം കിട്ടിയത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ പൊട്ടൻഷ്യൽ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. വെള്ളം കഴിച്ചിട്ടും വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? എനിക്ക് മാത്രമാണോ? അല്ല, ഇടക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും. നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്തായിരിക്കും. എല്ലാവർക്കും അങ്ങനെ തന്നെയാ കേൾക്കണം? ആണോ? അതെ സാറേ. ഹലോ, ഇൻഫോം ചെയ്യും. സുമ മാം, വോയിസ് ശരിക്കും കേൾക്കുന്നുണ്ടോ? ഇല്ല, ബ്രേക്ക് ആവുന്നുണ്ട് സർ. ഹലോ, ബ്രേക്ക് ആവുന്നുണ്ട് സർ. കട്ടാവുണ്ടോ? മനോജ്, കട്ടാവുണ്ടോ? കട്ടാവുന്നുണ്ട് സാർ, എല്ലാവർക്കും കട്ടാവുന്നുണ്ട്. ഹലോ മനോജ്, വേറെ ആരൊക്കെ ഉള്ളത്? നിഖില, കട്ടാവുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ സാറേ. നേരത്തെ കട്ടായി. ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ ഞാൻ സംസാരിക്കുന്നത്? ഓക്കെ, നെറ്റ്വർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയെന്നൊന്ന് പറയാം ആരെങ്കിലും? ആഹാരം കഴിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ആഹാരത്തിനെ കാണുമ്പോൾ തന്നെ അതിന് മനസ്സിനകത്ത് ഒരു പ്രിപ്പറേഷൻ നടക്കും. ഇവര് കഴിക്കാൻ പോകുന്ന സാധനത്തിന്റെ നിറം ഇന്നതായിരിക്കും എന്ന് പറഞ്ഞ് ബ്രെയിൻ ഐഡന്റിഫൈ ചെയ്തിട്ട് ബ്രെയിൻ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തിൽ അതിന്റെ മാസ്റ്റർ എന്ന് പറയുന്നത് സ്പ്ലീനിനാണ് ഇൻഫർമേഷൻ പോവുക. അപ്പോൾ സ്പ്ലീൻ റെഡിയാവും എന്താണ് ഇവൻ കഴിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടുമ്പോൾ. അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന്റെ മണത്തിൽ നിന്നും ആ സാധനം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾ നാക്കിലാണ് ടേസ്റ്റ് ബഡ്സ് ഉള്ളതെങ്കിൽ പോലും നിങ്ങളുടെ നാക്കിന് തനിയെ സെൻസ് ചെയ്യാനുള്ള കഴിവില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ അടുത്താണ് കിച്ചണിലൊക്കെ ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാക്കിലേക്ക് ഒരു ഇത്തിരി ഉപ്പെടുത്ത് വെച്ച് നോക്കൂ. നിങ്ങൾക്ക് ഒരിക്കലും നാക്കിൽ നിന്ന് ഉപ്പിന്റെ ടേസ്റ്റ് അറിയില്ല, ഈവൻ നാക്ക് എപ്പോഴും നനഞ്ഞിരിക്കുന്നതാണെങ്കിൽ പോലും. നാക്കിന് സെൻസ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പർ ഏരിയ, നാക്കിന്റെ മുകളിലുള്ള അപ്പർ ഏരിയയിൽ പോയി ടച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരത്തുള്ളൂ ഈ സാധനത്തിന്റെ ടേസ്റ്റ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നാക്ക് എത്ര നേരം വെളിയിൽ വെച്ചിട്ട് അതിനകത്ത് എന്ത് വെച്ചാലും പോലും, ഉപ്പാണല്ലോ പെട്ടെന്ന് അറിയാവുന്ന ടേസ്റ്റ് അറിയാവുന്ന ഒരു സാധനം, അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല. എരിവ് അറിയും, പക്ഷെ അത് എരിവല്ല അറിയുന്നത്, അതിന്റെ ടെമ്പറേച്ചർ, ഹോട്ട്നെസ് ആണ് നിങ്ങൾക്കറിയാം. അപ്പൊ ഉപ്പോ പഞ്ചസാരയോ വെച്ച് കഴിഞ്ഞാൽ നാക്കിൽ കുറേ നേരം വെച്ചാലും നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു മിനിറ്റ്, മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ മുകളിൽ അപ്പർ ഏരിയയിൽ നാക്ക് പോയി ടച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ നാക്കിന് സെൻസ് ഓപ്പൺ ചെയ്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്തുകൊണ്ടാണ് ശരീരം ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് ചോദിച്ചാൽ, നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഓരോ സമയത്തും ഈ ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിനെയും കൂടി ചേർത്ത് നിങ്ങളുടെ നാക്ക് നിങ്ങളുടെ അപ്പർ എന്താ പറയുക, നമ്മളുടെ നാക്കിന്റെ മുകളിലുള്ള ഭാഗങ്ങളിൽ പോയി ടച്ച് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നടക്കുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ആ സമയത്ത് മാത്രം നിങ്ങൾക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു ലേമേനന്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ ചിന്തയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കുമ്പോൾ മാത്രമേ ടേസ്റ്റ് അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചവച്ചഴിച്ച് കഴിക്കണതാണ് ശരീരത്തിന് വേണ്ടത് എന്ന് ഒരു കോമൺ സെൻസിൽ നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ലാതെ നിങ്ങളൊരു കാര്യം കൂടെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഒറ്റ മിനിറ്റ്, ഇനി പെട്ടെന്ന് ഇങ്ങനെ ഓരോരുത്തർ ലേറ്റായിട്ട് എൻട്രി ആകുമ്പോഴേ ഈ അഡ്മിറ്റിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഹാരം കഴിക്കുന്ന സമയത്ത് എത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നുണ്ട് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിൽ വെച്ചിട്ട് ചൂ ചെയ്ത് നിങ്ങളുടെ അപ്പർ ലെയറിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ സെൻസ് ചെയ്യാൻ പറ്റൂ.
എന്താണ് ബോഡിക്ക് വന്നിട്ട് ഇയാൾ ഇത്ര ക്വാണ്ടിറ്റി ഇന്ന സാധനം കഴിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നമ്മളിവിടെ ദഹനരസങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദഹനം നടക്കും. ഓക്കെ, നമ്മളൊരു ആഹാരം ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് പാത്രമൊക്കെ വെച്ച് പാത്രത്തിനെ കത്തിച്ച് അതിനുശേഷം പോയിട്ട് അതിലേക്ക് വെക്കേണ്ട സാധനങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുക. എല്ലാം വെച്ച ശേഷം ചൂടാക്കാൻ വെക്കുന്നത് പോലെ തന്നെയാണ്. അപ്പൊ ആദ്യമേ വന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ നമ്മുടെ ശരീരത്തിനകത്ത് ഡൈജഷൻ മര്യാദയ്ക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് കഴിക്കാൻ പോകുന്നത്, എത്രയാണ് കഴിക്കാൻ പോകുന്നത് എന്നുള്ളത് സ്പ്ലീനിന് കണ്ണില്ല. കണ്ണുള്ളത് വന്നിട്ട് നമ്മുടെ ബ്രെയിനിലേക്കാണ് ഈ സെൻസ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രിപ്പറേറ്ററി പ്രോപ്പറായിട്ട് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ആ ശ്രദ്ധ മുഴുവനും ടി വിയിലോ മൊബൈലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർഗ്യുമെന്റിലോ പോവാതെ ഓരോന്നും ഇരുന്ന് നിങ്ങൾ എങ്ങനെയാണോ ഹോമിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര ഒരു ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എത്രത്തോളം പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുവോ, ഒരു പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര ഇൻവോൾവ്മെന്റ് അവിടെ കാണിക്കുന്നുണ്ടോ അത്ര തന്നെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങൾ ആഹാരം കഴിക്കുന്ന സമയത്താണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഡൈജഷൻ സിസ്റ്റം പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ദഹനരസങ്ങൾ ആവശ്യത്തിന് കിട്ടണം. അതേമാതിരി തന്നെ നിങ്ങൾ കഴിക്കേണ്ട സാധനങ്ങൾ മര്യാദയ്ക്ക് ചവച്ചരച്ച് കഴിച്ചില്ല എങ്കിൽ ഇത് നമ്മുടെ സിസ്റ്റം മുഴുവനും വന്നിട്ട് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അതൊരു കൺവെയർ സിസ്റ്റം പോലെയാണ്. എങ്ങനെയാണോ മറ്റേ നിങ്ങൾ സ്റ്റെപ്പിൽ കയറി നിന്ന് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരു വലിയ പ്ലാന്റിൽ വന്നിട്ട് ഒരു മെഷീൻ വന്നിട്ട് അവരുടെ കൺവെയർ സിസ്റ്റത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്, ആ സമയത്തിനകത്ത് ആ വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ മറ്റേ ഇങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കയറുന്ന സമയത്ത് നമ്മളൊരു സ്റ്റെപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വേറൊരു സ്റ്റെപ്പിലുള്ള ആളിനെ ഔട്ടേക്ക് ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല അല്ലേ. അതൊരു താളത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതാത് പ്രോസസ്സ് നടക്കുന്നത് പോലെ തന്നെ ദഹനവും അതേമാതിരിയാണ്. നിങ്ങൾ വന്നിട്ട് ഒരു സാധനം വന്നിട്ട് എന്താ പറയുക, ഇറച്ചി കഴിച്ചു അല്ലെങ്കിൽ വേഗം ദഹിക്കുന്ന ഒരു ആപ്പിൾ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനം മറ്റേ ഇറച്ചി കഴിച്ചത് കൊണ്ട് ഇത് സ്പീഡിൽ പോണ്ട, പതുക്കെ പോയാൽ മതി. ആപ്പിൾ കഴിച്ചത് കൊണ്ട് ഇതിന്റെ മൂവ്മെന്റ് വന്നിട്ട് വളരെ സ്പീഡിൽ പൊക്കോട്ടെ എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ല. ഇതിനൊരു റിതമെറ്റിക് ആയിട്ടുള്ള ഒരു താളമുണ്ട്. ആ താളത്തിൽ ഇത് പോകുന്ന സമയത്ത് തന്നെ ഡൈജഷൻ നടക്കണം. അതിനകത്ത് ആവശ്യമുള്ള നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം വലിച്ചെടുക്കണമെങ്കിൽ ഈ ആഹാര രീതി വളരെയേറെ പ്രാധാന്യമാണ്. എങ്ങനെയാണോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇത്രയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒട്ടുമിക്ക അസുഖങ്ങളും ഈ കൊളസ്ട്രോളും BP-യും അങ്ങനെ പറഞ്ഞ് കുറേ അസുഖങ്ങൾ ആഹാരത്തിന്റെ ഈ ഇംപ്രോപ്പർ കൊണ്ട് തന്നെ ഉണ്ടാകുന്നത്. ഈവൻ ഡയബറ്റിക് പോലും നിങ്ങൾക്ക് ഉണ്ടാവുന്നതിന് പ്രധാന റീസൺ നിങ്ങളുടെ ഇംപ്രോപ്പർ നിങ്ങൾ കഴിക്കുന്ന രീതിയിൽ വരുന്ന തെറ്റുകളാണ്. മനസ്സിലാവേണ്ട. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഇതിനകത്തും പ്രാർത്ഥന എന്ന് പറയുന്നത് വെക്കുന്നത്. ആഹാരം കൊണ്ടുവന്ന് വെക്കുന്നതിന് മുമ്പല്ല പ്രാർത്ഥിക്കുക, ആഹാരം കൊണ്ടുവന്ന് വെച്ച ശേഷം പ്രാർത്ഥന ഉണ്ടാവും. ഹലോ ശശികുമാരി മാം, എന്തെങ്കിലും ചോദിച്ചുവോ? അപ്പോൾ ആഹാരത്തിന് ഇത്രയേറെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഫണ്ടമെന്റലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ന്യൂട്രീഷനും പ്രോട്ടീനും ഒക്കെ കിട്ടണത് വന്നിട്ട് വേറൊരാൾ തരുന്നതല്ല, നിങ്ങളുടെ ശരീരം തന്നെ എടുക്കുന്നതാണ്. നിങ്ങൾ ഒരിക്കലും കഴിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതുകൊണ്ട് കണ്ണിന് ആവശ്യമുള്ള സാധനത്തിന് ഞാൻ എൻ്റെ ആഹാരത്തിനകത്ത് ഇത്ര പെർസെൻറ്റേജ്, ബാക്കി എനിക്ക് ജോയിൻസിനൊക്കെ ഫ്ലൂയിഡിറ്റി വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഓർഗനും വേണ്ടിയിട്ടൊന്നും നിങ്ങളുടെ ഫുഡ് സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെയല്ല കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്നതെന്ന് ശരീരം ആവശ്യമുള്ളത് വലിച്ചെടുക്കുന്നു. ആ ആവശ്യമുള്ളതെന്ന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്നും നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന് നമ്മുടെ എലമെന്റ് ചാർട്ടിലുള്ള സ്വർണം തൊട്ട് വെള്ളി തൊട്ടിട്ട് കോപ്പർ തൊട്ടിട്ട് പൊട്ടാസ്യം തൊട്ടിട്ട് സോഡിയം തൊട്ടിട്ട് എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യമുള്ളതാണ്. ഈവൻ ഇലക്ട്രിസിറ്റി വരെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഹാർട്ട് പഠിക്കുമ്പോൾ പഠിച്ചു. സോ ഇതെല്ലാം വന്നിട്ട് കറക്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഹാര രീതി വളരെയേറെ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കാരണം ഈ ഒരു സാധനം നമ്മളായിട്ട് ചെയ്യേണ്ടതാണ്, ശരീരത്തിന് ചെയ്യാൻ പറ്റില്ല. ബ്രീത്തിങ് നിങ്ങളായിട്ട് ചെയ്യുന്നതല്ല, ശരീരം തനിയെ നടക്കുന്നതാണ്. അതിനെ ഒരു എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. ബ്രീത്തിങ്ങിനെ നിങ്ങൾക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നിങ്ങളല്ല ബ്രീത്ത് ചെയ്യുന്നത്, ഇറ്റ് ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതിനെ നിങ്ങളൊന്ന് ട്യൂൺ ചെയ്യുക, അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ബ്രീത്തിങ് അതെടുത്തോളും. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യം അത് നിങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്ന കാര്യം അതിനേറെ പ്രാധാന്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ റെസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങൾ.
ഓക്കെ, സോ ഈ നമ്മുടെ ശരീരത്തിനകത്ത് വേണ്ട ബ്ലഡിന്റെ ട്രാൻസ്ഫോർമേഷനും അതേമാതിരി ചീയുടെ സോഴ്സ് ഒക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് സ്പ്ലീൻ ആണ്. ആൻഡ് ആൾസോ ദ പ്രൊഡക്ഷൻ ഓഫ് ചീ ആൻഡ് ബ്ലഡ്. ഓക്കെ, ഈ ഒരു പ്രക്രിയ, അതായത് ബ്ലഡും ചീയും ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രക്രിയ എന്ന് പറയുന്നതിനെ നമ്മൾ പൊതുവെ സ്പ്ലീനിനെ ദ സ്റ്റോർ ഹൗസ് ഓഫ് ഫുഡ് എന്നാണ് പറയുക. ഓക്കെ, ഫുഡ് എനർജിയിലൂടെ കിട്ടുന്നത്. കാരണം ഈ ഫുഡ് എനർജി പ്രോപ്പർ ആയാൽ മാത്രമേ, നമ്മൾ ആൾറെഡി വന്നിട്ട് പ്രീനാറ്റൽ ചീ അല്ലെങ്കിൽ പാരന്റൽ ചീ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടെ അത് റിപ്പീറ്റ് ചെയ്യും. അതിനെ ബാലൻസ് ചെയ്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളായിട്ടുള്ള ബ്രീത്തിങ്ങും ഫുഡ് സ്റ്റൈലും മറ്റേ വെള്ളത്തിൽ നിന്നുള്ള കിട്ടുന്ന എനർജിയും അതേമാതിരി റെസ്റ്റിൽ നിന്നും മറ്റു കിട്ടുന്ന എനർജി പ്രോപ്പർ ആയാൽ മാത്രമേ പ്രീനാറ്റൽ ചീനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നിന്ന് പൈസ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ബാങ്ക് അക്കൗണ്ട് കാലിയാകുന്നത് പോലെ തന്നെ ആ ചീനെ നമ്മൾ ആവശ്യമില്ലാണ്ട് കൺസ്യൂം ചെയ്ത് കളയും. ദ സ്പ്ലീൻ ഹാസ് ഇറ്റ് സ്പെസിഫിക് ഓർഫീസ് ഇൻ ദ മൗത്ത്. അത് നേരിട്ട് മൗത്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റേ നമ്മുടെ സ്റ്റൊമക്കിന്റെ ഷേപ്പും നമ്മുടെ വായുടെയും ഷേപ്പ് ഏകദേശം ജെ സ്റ്റൈലാണ്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക്കിന്റെ ഷേപ്പും നമ്മുടെ വായുടെ ഷേപ്പും ഒക്കെ ഏകദേശം ഒരേപോലെ വരും. അതുപോലെ തന്നെ ഇത് മറ്റേ ഇതിന്റെ എക്സ്പ്രഷൻ വരുന്നത് ലിപ്സിലാണ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണോ എല്ലാത്തിനും പറഞ്ഞു അല്ലെ, ലിവറിനെ നോക്കുന്ന സമയത്ത് നമ്മൾ മറ്റേ ബ്ലഡ് വെസൽസും അതേമാതിരി ഓപ്പൺ ചെയ്യുന്നത് നാക്കിലാണെന്ന് നമ്മൾ ഫയർ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എമോഷൻ ജോയ് ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ സ്പ്ലീൻ അല്ലെങ്കിൽ എർത്തിന്റെ മറ്റേ ഓപ്പനിങ് എന്ന് പറയുന്നത് മൗത്താണ്. ഓക്കെ, മൗത്ത് അതിന്റെ ഓപ്പനിങ് റെപ്രസെന്റ് ചെയ്യുന്ന മറ്റേ ഓർഗൻ എന്ന് പറഞ്ഞ് എങ്ങനെയാണോ കണ്ണ് കാത് എന്ന് പറയുന്നത്, അതേമാതിരി തന്നെ എർത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്നത് ലിപ്സ് ആണ്. ലിപ്സിലൂടെയാണ് നമ്മൾ ഇന്റേണലി ഉള്ള നമ്മുടെ എർത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത്. ഓക്കെ, ദ സ്പ്ലീൻ ഈസ് റിലേറ്റഡ് ടു തിങ്കിങ്. നമ്മുടെ തോട്ട്സ് വന്നിട്ട് സ്പ്ലീനുമായിട്ട് കണക്റ്റഡ് ആണ്, വളരെയേറെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ഇല്ലാത്ത ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മൾ ആദി എന്ന് പറയും. അതിനെ എങ്ങനെ മലയാളം ഇവിടെ പാലക്കാടൻ ഭാഷയിൽ ആദി എന്ന് പറയും. ഓക്കെ, ആ ആദി കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ഡൈജഷൻ സിസ്റ്റം വീക്കാവും. ഡയബറ്റിക് ഉള്ള ആളുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദി കൂടുതലാണെങ്കിൽ നിങ്ങൾ മരുന്നിലേക്കല്ല പോകേണ്ടത്, നിങ്ങളുടെ ആദി കമ്മിയാക്കണം. ഓക്കെ, ആൻസൈറ്റിയുടെ വേറൊരു വകഭേദമാണ്, അത് സ്പ്ലീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതേമാതിരി തന്നെ നമ്മുടെ വായിലുണ്ടാവുന്ന സലൈവ വന്നിട്ട് സ്പ്ലീനുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ സലൈവ കിഡ്നി ആയിട്ടും കൂടെ കണക്റ്റഡ് ആണ് കേട്ടോ, സ്പ്ലീന് മാത്രമായിട്ടല്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. എങ്കിലേ പ്രോപ്പറായിട്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സലൈവ എന്ന് പറയുന്നത് മെയിനായിട്ട് സ്പ്ലീൻ ആണെങ്കിൽ പോലും ഇത് കിഡ്നിയുമായിട്ടും കൂടെ കണക്റ്റഡ് ആണ്. ആൻഡ് ഫ്ലൂയിഡ് ഓഫ് ദ സ്പ്ലീൻ ഇറ്റ് ഡോമിനേറ്റ്സ് മസിൽസ് ആൻഡ് ലിംസ്. നമ്മുടെ മസിൽസിലും ലിംസിലുമാണ് ഇത് പ്രധാനമായിട്ട് ഡോമിനേറ്റ് ചെയ്യണത്. ദ സ്പ്ലീൻ ഈസ് റിലേറ്റഡ് എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി വിത്ത് ദ സ്റ്റൊമക്. കാരണം സ്പ്ലീനിന്റെ എർത്തിന്റെ തന്നെ ഇൻ പാർട്ടാണ് സ്പ്ലീൻ എങ്കിൽ യാങ് പാർട്ടാണ് സ്റ്റൊമക്. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എർത്ത് സ്പ്ലീനിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ ഇൻ ടു എസൻസ്. അതായത് നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ആസ് സച്ച് അല്ല നമ്മുടെ ശരീരം എടുക്കുന്നത്. ഇതൊരു ദഹന പ്രക്രിയയ്ക്ക് വിധേയമായി അതിന്ന് ഇതിനെ മുഴുവനും വിഘടിച്ചുകൊണ്ട് ആ വിഘടിച്ച ശേഷം വരുന്ന തന്മാത്രകളിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള ഓരോന്നിനെയും എടുക്കുന്നത്. ഇങ്ങനെ ഈ സാധനം നമ്മളെ വായിൽ നിന്ന് നമ്മുടെ സ്റ്റൊമക്ക് എത്തണം. സ്റ്റൊമക്കിൽ നിന്ന് സ്മാൾ ഇൻഡസ്ട്രിയിലേക്ക് പോകണം. സ്മാൾ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ലാർജ് ഇൻഡസ്ട്രിയിലേക്ക് പോയി അവിടുന്ന് ആനസിലേക്ക് വന്ന് രക്തം വഴി പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സ് ഉണ്ട്. ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റോളാണ് സ്പ്ലീൻ എന്ന് പറയുന്നത് ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഈ ഫുഡ് ദഹന പ്രക്രിയയ്ക്ക് വിധേയമായി ഇത് വന്നിട്ട് ഓരോരോ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസും വിറ്റാമിൻസും ന്യൂട്രീഷൻസും ഒക്കെ ആക്കുന്നതിനും വളരെയേറെ പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് സ്പ്ലീൻ. ഇങ്ങനെ ഈ വലിച്ചെടുക്കുന്ന സാധനങ്ങൾ വന്നിട്ട് നേരെ ഹാർട്ട് ആൻഡ് ലങ്സിലേക്ക് എത്തിക്കേണ്ട പണിയും സ്പ്ലീനുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ദ സ്പ്ലീൻ ഡോമിനേറ്റ്സ് ദ ബോഡി ഫ്ലൂയിഡ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദ സ്റ്റൊമക്ക്.
അതായത് ശരീരത്തിനകത്ത് ബ്ലഡ് അല്ലാതെ തന്നെ വേറെ ഒരുപാട് ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഫ്ലൂയിഡിൻ്റെ ഒക്കെ തന്നെ ഡോമിനേറ്റ് ചെയ്യുന്നത് സ്പ്ലീനാണ്. ഈവൻ വൈറ്റ് ബ്ലഡ് സെൽസ് പ്രൊഡക്ഷനിൽ വരെ സ്പ്ലീനിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് ബ്ലഡിൻ്റെ കൗണ്ട് അല്ലെങ്കിൽ ബ്ലഡ് ആവശ്യത്തിനുണ്ടോ ഇല്ലയോ എന്ന് നോക്കി ഈ സ്പ്ലീനാണ് ലിവറിന് ഇൻഫർമേഷൻ കൊടുക്കുക. എന്തെന്ന് പറഞ്ഞിട്ട് ബ്ലഡ് കുറവുണ്ട് എന്ന് പറയുന്ന ഇൻഫർമേഷൻ കൊടുക്കുന്നത് ലിവറിന് സ്പ്ലീനാണ്. അപ്പം ലിവർ ആൾറെഡി ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ച ബ്ലഡിനെ യൂട്ടിലൈസ് ചെയ്യും. അതിനും അത് കൂടാതെ കിഡ്നിയാണ് നമ്മുടെ ബ്ലഡ് ഉണ്ടാക്കുന്നത് ബോൺ മാരോയിൽ വെച്ചിട്ട്. അങ്ങനെ കിഡ്നി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ലിവറിലേക്ക് പോകണം. അങ്ങനെ ലിവറിന് നമ്മുടെ ശരീരത്തിനകത്ത് ബ്ലഡ് കുറവുണ്ട് എന്ന് പറയണമെങ്കിൽ ആര് വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്പ്ലീൻ എന്നുള്ള ഇൻഫർമേഷൻ കിട്ടണം. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ, ട്രാൻസ്ഫോർമേഷൻ, ബ്ലഡ് ഫോർമേഷനിലും അതേമാതിരി തന്നെ ബ്ലഡിൻ്റെ ട്രാൻസ്പോർട്ടേഷനും അതേമാതിരി തന്നെ ചീയുടെ മൂവ്മെൻറ്റ്സും അതേമാതിരി ചീ ക്രിയേഷനും എല്ലാം തന്നെ കണക്ട് ചെയ്യുന്നത് സ്പ്ലീനിൻ്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രയോറിറ്റി മനസ്സിലാക്കിക്കോളുക, എങ്ങനെ കഴിക്കണം എന്നുള്ളത് മനസ്സിലാക്കിക്കോളുക. ദയവായിട്ട് ഈ നിമിഷം തൊട്ട് നിങ്ങളുടെ കഴിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തൂ. നിറയെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. The spleen transports excess water into food essence to the lungs and the kidneys. ഈ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ശരീരത്തിനകത്തുള്ള വാട്ടർ മെറ്റബോളിസം നോക്കുന്നത്, വെള്ളത്തിൻ്റെ അധിപതി എന്ന് പറയുന്നത് കിഡ്നിയാണ്. പക്ഷേ ശരീരത്തിനകത്ത് വാട്ടർ പാസേജിനെ ക്ലിയർ ചെയ്ത് വെക്കേണ്ട പണി വന്നിട്ട് മെറ്റലിനാണ്. അതേ സമയത്ത് ഈ എന്താ പറയുക വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ട്രാൻസ്ഫോർമേഷനും ഒക്കെ തന്നെ ഈ എക്സസ് വാട്ടർ ഉള്ളതൊക്കെ തന്നെ അല്ലെങ്കിൽ വലിച്ചെടുക്കുന്നതൊക്കെ തന്നെ അതിനെ പ്രോപ്പറായിട്ട് എത്തിക്കേണ്ട ചുമതല എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കേണ്ടതിനകത്ത് സ്പ്ലീനിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ ഫുഡിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ വലിച്ചെടുത്തിട്ട് ലങ്ങിലേക്കും ഹാർട്ടിലേക്കും എത്തിച്ചിട്ട് അവിടെ നിന്നാണ് ഇത് പ്രോപ്പറായിട്ട് മിക്സായിട്ട് ബാക്കിയുള്ള ശരീരത്തിനകത്തേക്ക് പോകുന്നത്. ഈ നമ്മുടെ ശരീരത്തിനകത്ത് മെറ്റൽ, അതായത് ലങ്ങും ഹാർട്ടും ആണ് ഈ പ്യുവർ ബ്ലഡിനെ മാറ്റുന്ന പ്രക്രിയയിൽ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ രണ്ട് ഓർഗനാണ്. അത് ഗ്യാസ്ട്രിക്സ് ആയിട്ടുള്ളത് ഡയറക്റ്റായിട്ട് ലങ്ങിൽ വെച്ച് നടക്കും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് ഈ കോമ്പിനേഷനിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഈ ഫുഡും മറ്റുമൊക്കെ ബ്ലഡിലേക്ക് മിക്സ് ചെയ്യുന്നതിൽ ഹാർട്ട് ആൻഡ് ലങ്ങിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് എഴുതുന്നത്. അതേമാതിരി തന്നെ എക്സസ് വാട്ടർ കിഡ്നിയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതും ലങ്ങിൻ്റെ സഹായം വേണം. കാരണം വാട്ടർ പാസേജ് കറക്റ്റ് ചെയ്യുന്നത് ലങ്ങാണ്. എന്നിട്ട് വേണം അപ്പോൾ ലങ്ങിൻ്റെയും കൂടെ, അപ്പോൾ സ്പ്ലീനി ഇതിനെ എടുത്ത് ലങ്ങിൻ്റെ സഹായത്താൽ കിഡ്നിയിലേക്ക് എത്തിക്കണം. ഇതാണ് ഒരു പ്രക്രിയ. അപ്പോൾ ഇവിടെ ആർക്കും ഒരു എന്താ പറയുക ഒരു മൊണോപ്പൊളി ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ശരീരത്തിലെ ഓർഗൻസിന് ഏതിനും ഞാനാണ് വലുത് എന്ന് പറയാൻ ഒരു ചാൻസ് പോലും ഈ നമ്മുടെ ശരീരത്തിനകത്ത് വെച്ചിട്ടില്ല. അതേമാതിരി തന്നെയാണ് പ്രകൃതിയിലും. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കോളാം. Through key activities of the lungs and kidneys, the excess water is transformed into sweat and urine and discharged from the body. അപ്പോൾ ഈ ലങ്ങും കൂടി തീരുമാനിച്ചിട്ടാണ് ഇതിനെ വേർപ്പിലൂടെ കളയണോ അതോ യൂറിനേഷനിലൂടെ കളയണോ എന്നുള്ളത് ശരിക്കും തീരുമാനിക്കുന്നത് കിഡ്നി ആണോ എന്ന് ചോദിച്ചാൽ കിഡ്നി അല്ല, ലങ്ങാണ്. കാരണം നമ്മുടെ സ്കിന്ന് കവർ ചെയ്യുന്നത് ലങ്ങാണ്. അതുപോലെ തന്നെ ഈ ഇത് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ 80% ശരീരത്തിനകത്ത് പൊള്ളയേറ്റ് കഴിഞ്ഞാൽ ആ വ്യക്തി മരണപ്പെടും. എന്താണ് 80% പൊള്ളിയ വ്യക്തി മരണപ്പെടാനുള്ള റീസൺ അറിയാവോ? അവരുടെ മരണം ജലാംശം നഷ്ടപ്പെടുന്നുണ്ട്. ജലാംശം നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല. അങ്ങനെയുള്ള ആൾക്കാർ മരണപ്പെടുക കിഡ്നിയുടെ ഫങ്ഷൻ സ്റ്റോപ്പായിട്ടാണ് മരണപ്പെടുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഡ്നി വന്നിട്ട് ഇത്രയും ബ്ലഡിനെ മുഴുവനും പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് 24 hours നോൺ സ്റ്റോപ്പായിട്ട്. അതിനകത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും അല്ലെങ്കിൽ ഓരോ സെല്ലിലും നടക്കുന്ന അല്ലെങ്കിൽ ഓർഗണിലും നടക്കുന്ന ഓരോ ടോക്സിൻ വരുന്ന സമയത്തും ശരീരത്തിന് ആവശ്യമില്ലാത്തതിനെയൊക്കെ വന്നിട്ട് ഫിൽട്ടർ ചെയ്യണം. നമ്മൾ അരിപ്പ മാതിരി നമ്മുടെ സാധാരണ അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന അരിപ്പ പോലെയുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റം അല്ല. അരിപ്പയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിപ്പയ്ക്കകത്ത് ഒഴിക്കുന്ന സമയത്ത് അരിപ്പ വേണ്ടാത്ത സാധനങ്ങളെ ഹോൾഡ് ചെയ്യുന്നു, വേണ്ട സാധനങ്ങളെ താഴോട്ട് കളയുന്നു. അങ്ങനെയല്ലേ ചെയ്യുന്നത്? അല്ലേ?
ഒരു ചായ ഉണ്ടാക്കി അതിനകത്ത് അരിപ്പയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യം ചായയാണ്, പക്ഷെ അരിപ്പയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അരിപ്പയിൽ ബാക്കിയുള്ളത് എന്താണ് ഉണ്ടാവുന്നത്? കളയാനുള്ള ചായപ്പൊടിയാണ് അവിടെ നിൽക്കുന്നത് അല്ലേ? പക്ഷെ കിഡ്നിയുടെ ഫിൽട്രേഷൻ സിസ്റ്റം അങ്ങനെയല്ല. കിഡ്നി ഈ ബ്ലഡിനെ അതിൻ്റെ ഫിൽറ്ററിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യമില്ലാത്ത സാധനത്തിനെ പുറന്തള്ളി ആവശ്യമുള്ളതിനെ നിർത്തുന്നതാണ്. അപ്പോൾ ആ ഫിൽറ്ററിൻ്റെ ഒരു അരിപ്പയുടെ ഗുണം ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾക്ക് നാളെ തൊട്ട് ഒരു അരിപ്പ കണ്ടുപിടിക്കുകയാണ്. ചായക്ക് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ പാത്രമൊന്നും വെക്കണ്ട, അരിപ്പയിലേക്ക് ചായ ഒഴിച്ചു കഴിഞ്ഞാൽ ചായപ്പൊടി, അതായത് വെന്തിട്ടുള്ള ചായപ്പൊടി പുറത്തേക്ക് കളഞ്ഞോളും. എന്തുമാത്രം അവിടെ നിൽക്കും? ചായ മാത്രം അതിനകത്ത് നിൽക്കുന്നു പറയുന്ന സമയത്ത് ആ ഒരു കൺവീനിയൻസ് ആലോചിച്ച് നോക്കിയേ, അത് എത്ര വലിയ മിറാക്കിൾ ആയിരിക്കും. സോ അത്രയും വലിയൊരു മിറാക്കിൾ സിസ്റ്റം കിഡ്നിയിൽ നടക്കുന്നത് കൊണ്ട് കിഡ്നിക്ക് എപ്പോഴും ഓവർലോഡ് വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള എക്സസ് വാട്ടർ കളയാനുള്ള ശരീരത്തിന്റെ പ്രകൃതിയാണ് ഈ സ്വെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയണം എനിക്ക് എത്ര ചെയ്താലും സ്വെറ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞത് പലരും വളരെ പ്രൗഢിയോടെ പറയും. ശരിക്കും അത് പ്രൗഢിയോടെ പറയേണ്ട കാര്യമാണോ? അല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് കിഡ്നിക്ക് ലോഡ് ഉറപ്പായിട്ടും കൂടുതൽ വരും. ഓക്കെ, നിങ്ങൾ ഓരോ പ്രാവശ്യം നന്നായിട്ട് രാവിലെയും കുറച്ചു നേരം വൈകുന്നേരവും വല്ല കൈക്കോട്ടോ എന്തെങ്കിലും എടുത്ത് പ്രവർത്തിച്ച് വേർക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ഓർഗൺ എന്ന് പറയുന്നത് ശരിക്കും കിഡ്നിയാണ്. അതുകൊണ്ടാണ് 80% നിങ്ങൾ തീ തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ലെയറിലെ ഓർഫീസ് അല്ലെങ്കിൽ പോർസ് മുഴുവൻ അടയും. സ്കിന്നിലെ എല്ലാ ഹോൾസും അടയുമ്പോൾ നിങ്ങളുടെ വേർക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയും ഈ എൻറ്റയർ ബോഡി വന്നിട്ട് നിങ്ങൾ കിഡ്നിക്ക് വന്നിട്ട് പെട്ടെന്ന് ഓവർലോഡഡ് ആകും. അങ്ങനെ ഓവർലോഡഡ് ആകുന്ന സമയത്ത് കിഡ്നിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റാണ്ട് കിഡ്നി തകരാറിലാകുന്നതിലൂടെയാണ് മരണപ്പെടുന്നത് 80% പൊള്ളലേറ്റ ആളുകളൊക്കെ. അതല്ലാതെ സ്കിന്നിലെ ഹോൾ അടഞ്ഞത് കൊണ്ടോ ജലാംശം നഷ്ടപ്പെട്ടത് കൊണ്ടോ അല്ല. ഓക്കെ, മറിച്ച് ഇങ്ങനെയാണ് സംഭവിക്കുക. സോ നിങ്ങൾ ഓരോ പ്രാവശ്യം വേർക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, യു ആർ സപ്പോർട്ടിങ് കിഡ്നി. അതേപോലെ തന്നെ നിങ്ങൾ കാറുകളിലും മറ്റൊക്കെ AC ഇട്ട് പോകുന്ന സമയത്ത് നമ്മൾ എത്തേണ്ട സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ, അതായത് നല്ല തണുത്ത സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് പെട്ടെന്ന് തണുപ്പിലേക്കോ പോകുന്ന സമയത്തൊക്കെ വന്നിട്ട് ഈ ഓർഗൻസിനൊക്കെ ഓരോരോ അടി കിട്ടുന്നത് പോലെയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഇരുന്ന് ഒറ്റയ്ക്ക് റൂമിലിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് വന്നിട്ട് ഒരാൾ നമ്മളെ പേടിപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഭയാനകമായ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മളൊരു മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളുടെ അടുത്ത് ഒരു നായ കുരച്ച് വന്നിട്ട് കടിക്കാൻ വരുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിനകത്ത് ആ ഒരു ഭയം, ഞെട്ടലുണ്ടാകുന്നത് പോലെ നിങ്ങൾ ഈ ചെയ്യുന്നതിലെല്ലാം നിങ്ങൾക്ക് ഞെട്ടലുണ്ടാവും. ഇങ്ങനെ സ്ഥിരമായി ഞെട്ടൽ ഓരോ ഓർഗണും ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിക്കരുത്, പേടിപ്പെടുത്തരുത്, ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഓരോ ഓർഗണും ഇങ്ങനെയുള്ള ലോഡ് വരുന്ന സമയത്ത് അത് മുഴുവനും ആ ഓർഗണിനെ ബാധിക്കും. അങ്ങനെ വരുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞു നിർത്തിക്കളയാം. നമ്മളുടെ വെള്ളം കുടിക്കുന്നു, ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഐസ് വാട്ടർ കുടിക്കുന്നത്, പെട്ടെന്ന് ഒരുപാട് ചൂടുള്ള വെള്ളം കുടിക്കുന്നത് എല്ലാം തന്നെ തെറ്റാണ്. ഇതെല്ലാം ഒരു താളാത്മകത്തിൽ വേണം പോവാം. പല ആളുകളും വന്നിട്ട് കളിച്ച് ബോഡി ഇത്തരം ഹീറ്റിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന് ഐസ് വാട്ടർ കടകടയെന്ന് പറഞ്ഞ് കുടിക്കുന്നതൊക്കെ നിങ്ങളുടെ ശരീരത്തിനകത്ത് വളരെയേറെ ദോഷമാണ് ചെയ്യുന്നത്. അതേമാതിരി രാത്രി 10 മണിക്ക് പോയിട്ട് ഈ ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, ജിമ്മിലേക്ക് പോവുക, അതെല്ലാം തന്നെ ഇംപ്രോപ്പറാണ്. ഞാൻ ഓർഗൻ ക്ലോക്ക് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇംപ്രോപ്പറായിട്ട് ചെയ്യും, പക്ഷെ നമുക്ക് അസുഖം വരാൻ പാടില്ല. ഈവൻ പല ക്ലയൻസും വന്നിട്ട് നമ്മളൊന്ന് കുരുമുളക് ഒരു ദിവസം കഴിക്കൂ, അല്ലെങ്കിൽ ഒരു 3 മാസം കഴിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഞ്ഞപ്പൊടി ഇത്തിരി ദിവസം ഒരു സ്പൂണ് കഴിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ ഇതുകൊണ്ട് എന്തെങ്കിലും സൈഡ് ഉണ്ടാക്കുമോ ചോദിക്കുന്ന മലയാളികളാണ് ഇന്ന് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ കഴിക്കുന്ന സാമ്പാറിലായിക്കോട്ടെ ബാക്കിയുള്ളതിനകത്തൊക്കെ തന്നെ നിങ്ങൾ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് കരിവേപ്പില കൂടുതൽ ഉപയോഗിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയിസൺ അടിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കരിവേപ്പില ഉപയോഗിക്കാറേ ഇല്ലേ? നിങ്ങൾ പുറത്തുനിന്ന് ആഹാരം കഴിക്കാറില്ലേ? ഹോട്ടലിൽ നിന്ന് കഴിക്കാറില്ലേ? ഒരു കല്യാണത്തിന് കാതുകുത്തിന് പോയാൽ ആഹാരം കഴിക്കാറില്ലേ? അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു ധാരണയാണ് നിങ്ങളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഇടവരുത്തുന്നത്. ഒരു മഞ്ഞപ്പൊടി വന്നിട്ട് ഈ സൗത്ത് ഇന്ത്യൻ ക്ലൈമറ്റിന് മിനിമം 8 ഗ്രാം മഞ്ഞപ്പൊടി നിങ്ങളുടെ ശരീരത്തിനകത്ത് പോകണം. ഓക്കെ, നിങ്ങൾ 30% കൂടുതൽ അസിഡിക് ആയിട്ടുള്ള ഒരു സാധനവും കഴിക്കാൻ പാടില്ല. നിങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ടോ?
അപ്പോൾ ഡയറ്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി യു ആർ നോട്ട് സൂട്ടബിൾ ടു ടേക്ക് ദാറ്റ് എന്നാണ്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അതിനകത്ത് ഒരു കുറ്റം കണ്ടുപിടിച്ച് നിങ്ങൾ ചെയ്യുന്നത്. ഇതേ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി, MBBS ഡോക്ടറെ അടുത്ത് പോയി അവർ പറയാണ് സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ ഇടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇട്ടേ പറ്റുള്ളൂ, അതിന് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ആ സൈഡ് എഫക്റ്റ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? നിങ്ങൾക്ക് ഡയബറ്റിക് ആവാം, BP ആവാം, നിങ്ങൾക്ക് മറ്റേ കിഡ്നി ഫെയിലിയർ ആവാം, തടി കൂടാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എൻഡോക്രൈനോളജിയിൽ ഇഷ്യൂസ് വരാം സ്റ്റെറോയിഡ് എടുത്തു കഴിഞ്ഞാൽ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ട് 99% ആൾക്കാരും മടി കൂടാതെ പോയിരിക്കും. പക്ഷെ ഒരു നാച്ചുറോപ്പതിയിലോ അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റത്തിലോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പറഞ്ഞാൽ ഒബേ ചെയ്യാനുള്ള മാനസികമായ അവസ്ഥ ഉണ്ടാവില്ല. അത് സംശയം കൊണ്ടല്ല, ദേ ആർ മെൻ്റലി നോട്ട് പ്രിപ്പയർ ടു ടേക്ക്. അവർക്കൊരു കോമൺ സെൻസ് ഇല്ലേ, ഞാൻ ദിവസം ഉണ്ണിത്തണ്ട് കഴിച്ചാൽ, ദിവസം ചീര കഴിച്ചാൽ, ദിവസം പ്രോബ്ലം വരുമോ വെച്ചാൽ നിങ്ങൾ ദിവസം ഇഡ്ഡലി കഴിക്കുന്നു, ദിവസം അപ്പം അതിനകത്ത് ഉഴുന്നുണ്ട്, ദിവസം ചോറ് കഴിക്കുന്നു, അതിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഫുള്ള്, ഇഡ്ഡലിയിലും കാർബോഹൈഡ്രേറ്റ്സ് ആണ്, ദോശയിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്, സാമ്പാർ ഒഴിക്കുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നു. ഞാൻ ദിവസം 2 മുട്ട രാവിലെ കഴിക്കും, അതിലൊന്നും കുഴപ്പമില്ല. ഒരിത്തിരി മഞ്ഞപ്പൊടിയോ കുരുമുളകോ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഞ്ചിയോ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സൈഡ് എഫക്റ്റ് വരും. വെച്ചാൽ മെൻറ്റാലിറ്റി ഓഫ് ദാറ്റ് പീപ്പിൾസ് ആർ ഗോൺ വേഴ്സ്റ്റ് എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. എന്തുകൊണ്ടാണ് പറഞ്ഞത് വെച്ചാൽ എനിക്ക് പല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അതിവിടെ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, സോ ആവശ്യമില്ലാതെ നമുക്ക് ഒരുപാട് ഇംപ്രോപ്പറായിട്ട് രാത്രി നേരത്തെ കിടക്കണം, രാവിലെ നേരത്തെ എണീക്കണം എന്നുള്ളതാണ് പോളിസി. ഇതറിയാത്ത ഒരാൾ പോലും നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് ഉണ്ടാവില്ല. അതൊന്നും അവർക്ക് ശരിയാക്കണം എന്ന് പോലും തോന്നില്ല. എന്നിട്ട് എനിക്ക് തലവേദനിക്കണു, ഇടുപ്പ് വേദനിക്കണു, അവിടെ വേദനിക്കണു, ഇവിടെ വേദനിക്കണു എന്ന് പറയും. അപ്പോൾ അവർ അതിനെ പോയിട്ട് ഇനി സർജറി ചെയ്യേണ്ടി വരുമോ, അങ്ങേ തലയൊക്കെ ആവശ്യം. അപ്പം നമ്മളുടെ റുട്ടീനിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ നമുക്ക്, ഞാൻ ആരെയും പിൻ പോയിന്റ് ചെയ്ത് പറയുന്നതല്ല, ജനറലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, നിങ്ങൾ ക്ലയൻറ്റിനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റ് അത് ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. മറിച്ച് പറയുന്ന ആൾക്കാരെ കഴിയുന്നതും ട്രീറ്റ് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയാം. ഒരാൾക്ക് എന്ത് പറഞ്ഞാലും അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ദം സഫർ. ഓക്കെ, ആൾ ഡാംനെസ് വിത്ത് സ്വെല്ലിംഗ് ആൻഡ് ഫുൾനെസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ടു ദ സ്പ്ലീൻ. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഡാംനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നീർക്കെട്ട് ശരീരത്തിനകത്ത് വരുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, സ്വെല്ലിംഗ് പോലെ ഫീൽ ചെയ്യുന്നു, മസിലിനെ ഉണ്ട്, മസിലിൽ ചില ഭാഗത്ത് മാത്രം നമുക്ക് വന്നിട്ട് ഒരു തൊട്ട് പോകുന്ന സമയത്ത് അവിടെ മാത്രം തടുപ്പ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ മാത്രം തൊടുമ്പോൾ വേദന ഫീൽ ചെയ്യുക, തൊടുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാത്തപ്പില്ല. അങ്ങനെ വരുന്ന ഡാംപ്നെസ് എന്ന് പറഞ്ഞാൽ ഈർപ്പം കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ സർക്കുലേഷൻ പ്രോപ്പർ ഇല്ല എങ്കിൽ ഇതെല്ലാം തന്നെ സ്പ്ലീനിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ അതേമാതിരി തന്നെ നമ്മൾ ചുമച്ച് തുപ്പുന്ന സമയത്ത് വെള്ള നിറത്തിലാണ് കഫം വരുന്നതെങ്കിൽ അത് ഒട്ടുമിക്കതും മെറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. അതേ സമയത്ത് മഞ്ഞ നിറത്തിലാണ് കഫം വരുന്നതെങ്കിൽ അത് എർത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, ഇങ്ങനെയും നമുക്ക് മറ്റേ ക്ലയൻറ്റിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് ഏത് ഓർഗണിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടണമെന്ന്. ഓക്കെ, ദ സ്പ്ലീൻ കൺട്രോൾസ് ദ ബ്ലഡ്. സമയമായില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് ഇവിടെ തന്നെ നിർത്തിയാലോ? കാരണം ഇപ്പം നോമ്പും മറ്റുമൊക്കെ ആയതുകൊണ്ട് നിറയെ ആൾക്കാരില്ല. അപ്പോൾ ചിലർക്ക് 8 മണിക്ക് നിസ്കാരമൊക്കെ ഉണ്ടെന്ന് എൻ്റെ താഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇന്ന് ഞാൻ കൂടുതലും എക്സ്പ്ലനേഷൻസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. തൽക്കാലം നമുക്കിന്ന് മതിയാക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാറ് നമ്മള് വിയർക്കണ കാര്യം പറഞ്ഞില്ലേ? അതെ. അപ്പൊ നമ്മൾ 2 തരത്തില് വിയർക്കുമല്ലോ. അപ്പൊ നമ്മള് ചൂട് കൂടിയിട്ട് നമ്മൾ ഒരു എക്സസൈസും ചെയ്യാണ്ട് ഇപ്പൊ ഒരു ഫാൻ ഇടാണ്ട് വിയർക്കണതും